ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ച് പോയത്. നമ്മൾ മാത്രം വിചാരിച്ചാൽ അങ്ങനെ ഇപ്പം നിൽക്കാൻ പറ്റൂല കേട്ടോ. കാരണം നമ്മളെ മക്കളും കൂടെ വിചാരിക്കും. എല്ലാവരും മക്കളും അങ്ങനെ തന്നെ ആവില്ലേ. നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാവർക്കും ഇങ്ങോട്ട് പോരണം എന്നുള്ളൊരു ചിന്തയാവും. അങ്ങനെ ആ ഫാദിക്കുട്ടി നല്ലപോലെ സൈര്യം കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോവാ നമുക്ക് മണ്ണാർക്കാട്ടേക്ക് പോവാന്ന് പറഞ്ഞു. ഒന്നാമത് രണ്ടാളി സൈക്കിൾ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നമ്മുടെ മുന്നിൽ തന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് അവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല. അവരെന്താ പറയുന്നത്, ഗൾഫ് പോയൊരവസ്ഥയാണ് എന്ന് പറയുക. അതായത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരിതാണെന്ന് പറഞ്ഞിട്ട് അധികം അവിടേക്ക് പോരും. ഏറിപ്പോയ 3 ദിവസം നിൽക്കുള്ളൂ കേട്ടോ. 4ാമത്തെ ദിവസം ഓർക്ക് ഇങ്ങോട്ട് എത്തി. ഇന്ന് എന്തായാലും രാവിലെ തന്നെ സ്വയം കെടുത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുഞ്ഞാക്ക വന്ന് ഞങ്ങളൊക്കെ വണ്ടി. എന്റെ വീട്ടിലും ഇപ്പൊ വീട് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ചെന്നാൽ ആദ്യം അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യം ചെന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ കുഞ്ഞാക്ക വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ കുറവും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. ഏകദേശം അവിടെ ഒപ്പാണ് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി മേലത്തെ മെയിൻ വാർപ്പ് ഇവിടെ അങ്ങനെ തന്നെ. അങ്ങനെ അതാ ഞങ്ങൾ വണ്ടി കയറി നേരെ വരുന്ന വഴി നമ്മുടെ കുടുംബക്കാരെ പോലെയാണ് ഇപ്പൊ നമ്മുടെ കോർണിഷ് വഴിയിൽ നമ്മളെ റിലേറ്റീവ്സും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കയറും. അതുപോലെയാണ് ഇപ്പൊ നമ്മൾ കോർണിഷ് കഫേയിൽ കയറാറ്. വഴി കടന്ന് പോവാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കയറും. നമ്മള് 3 പീസ് ഷവായി, 2 പ്ലേറ്റ് ഷവർമ, 3 പൈനാപ്പിൾ, 1 നോർമൽ ലൈമോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഷവായ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് മയോണൈസ് നല്ലപോലെ ഡേഞ്ചർ ആണ്. ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നതെങ്കിലും വരുന്ന വഴിക്ക് ഇത് കണ്ടാൽ അവിടെ നമ്മൾ കയറാറുണ്ട്. അങ്ങനത്തെ ഷവായൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ കോർണിഷ് കഫേ നമ്മുടെ മണ്ണാർക്കാട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ കോട്ടോപ്പാടം വരെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ടൗണിൽ കയറിയാൽ മതി. അറിയില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തണുത്ത എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഒന്നുമില്ലെങ്കിലും തണുത്ത പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഞാനധികം പൈനാപ്പിൾ ലൈമാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. വേറൊരു ഫ്ലേവറും അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. 4-5 ദിവസം ഇവിടെ അല്ലെങ്കിൽ പിന്നെ വന്നുള്ള അവസ്ഥ അതാണ്. അങ്ങനെ ആ ഫുള്ള് അടിയും തൊടിയും തുണികളും മടക്കലും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു.